അഭയ് രാജ്കുമാർ നികുതി എന്ന സങ്കീർണമായ വിഷയത്തെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ യുവ നികുതി വിദഗ്ധൻ. 1998 ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ടാക്സ് കൺസൾട്ടന്റും തന്റെ പിതാവുമായ രാജ്കുമാർ സ്ഥാപിച്ച ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനത്തെ രാജ്യമൊട്ടാകെ പുതിയ തലത്തിലേക്ക് എത്തിച്ച പ്രതിഭാശാലി. സുതാര്യത, സാമ്പത്തിക സാക്ഷരത, അവബോധം, മൂല്യബോധത്തോടെയുള്ള ടാക്സ് പ്ലാനിംഗ് എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വേറിട്ട ശൈലിയിലൂടെ തന്റെ കരിയറിൽ മുന്നേറുകയാണ് അഭയ് രാജ്കുമാർ. വെറും 21-ാം വയസ്സിൽ ലക്ഷപ്രഭുവായ അഭയ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പാഠങ്ങൾ കൂടിയാണ് പകർന്നു നൽകുന്നത്. മികച്ച ടാക്സ് പ്ലാനർ, മികച്ച ടാക്സ് കണ്ടന്റ് ക്രിയേറ്റർ, മികച്ച ടാക്സ് കൺസൾട്ടന്റ്, യൂത്ത് ഐക്കൺ എന്നിങ്ങനെ നിരവധി അവാർഡുകളും ഈ യുവാവ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നികുതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളും സിമ്പിളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ടാക്സ് പ്രോ കൺസൾട്ടൻസിയുടെ CEO അഭയ് രാജ്കുമാർ ലെറ്റ്സ് ടോക്ക് ബിസിനസ്സിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ചില ചിന്തകളിലേക്ക് നയിക്കുന്ന ഒരു സംവാദം, അതാണ് ലെറ്റ്സ് ടോക്ക് ബിസിനസ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചില നികുതി വിഷയങ്ങളാണ്. ITR എങ്ങനെ ഫയൽ ചെയ്യണം, എങ്ങനെ വളരെ വിവേകപൂർവ്വമായി ടാക്സ് പ്ലാൻ ചെയ്യാം, GST പരിഷ്കാരം കൊണ്ട് നമുക്ക് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാകാം, ഇനി നഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പോൾ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് അഭയ് നമ്മളോടൊപ്പം ഉള്ളത്. അഭയ്, വെൽക്കം ടു ലെറ്റ്സ് ടോക്ക് ബിസിനസ്. Thank you so much. Nice to meet you. Nice to meet you. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു. വളരെ പെട്ടെന്ന് തന്നെ GST 4-ൽ നിന്ന് 2 അല്ലേ? 4 ആകുമ്പോൾ പലരുടെയും മനസ്സിൽ ലഡു പൊട്ടുന്നവരുണ്ട്. അപ്പോൾ ചിലർക്ക് നഷ്ടമുണ്ടോ, ഇത് പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും നമ്മൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ, അതിപ്പോൾ സാധനങ്ങളായിക്കൊള്ളട്ടെ, സേവനങ്ങളായിക്കൊള്ളട്ടെ, എന്ത് പ്രയോജനമാണ് സാധാരണക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്? സോ ക്രിസ്റ്റീന, പർട്ടിക്കുലർലി കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചുകൊണ്ട് ഞാൻ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഇത് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ന്യൂസ് ചാനലിൽ വന്നപ്പോൾ നിർമ്മല സീതാരാമനും മോദിയുടെയൊക്കെ എൻ്റെ ടീം ഇതിനെ പ്രസൻറ്റ് ചെയ്ത് തന്നെ GST റിഫോംസ് എന്നുള്ളൊരു പേരിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, നിയമമാറ്റം ഇത് ആദ്യമായിട്ട് വരുമല്ല കുറേ കാലത്തിന് ശേഷം. ഡെയിലി ബേസിസിൽ നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ബട്ട് ഇതിനൊരു റിഫോം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ശരിക്ക് ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ചോദിക്കേണ്ടത്. നിയമമാറ്റങ്ങൾ ഡെയിലി വരുന്നുണ്ട്, ബട്ട് ഇത് എന്തുകൊണ്ട് സ്പെഷ്യൽ ആവുന്നു? അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ നിയമത്തിൽ കണ്ടതിൻ്റെ ബേസിസിൽ ഇത് ശരിക്കൊരു റിഫോമാണ്, ഇതൊരു വെൽക്കമിങ് റിഫോമാണ് എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അടുത്ത് വന്ന നിയമമാറ്റങ്ങളിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങളെയും ഈക്വലി ടച്ച് ചെയ്യാൻ പറ്റിയൊരു ചേഞ്ച് ആയിട്ടാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില സാധനങ്ങൾക്ക് GST ഇല്ലാതാക്കി. ഇപ്പോൾ സോപ്പ്, ഷാമ്പു സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മളൊരു ഹോട്ടലിൽ പോയാൽ പോലും അങ്ങനെയുള്ള സാധനങ്ങൾ ഹോട്ടലിലും സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പനീർ, അങ്ങനെയുള്ള സാധനത്തിന് നികുതിയില്ല. പിന്നെ പല സാധനങ്ങളും 5% വന്നു. അപ്പോൾ നമ്മുടെ പ്രതിദിന ബജറ്റിലും പ്രതിമാസ ബജറ്റിലും ഒക്കെ നമ്മൾ വിവേകപൂർവ്വം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സേവിങ് കൊണ്ടുവരാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ പെർട്ടിക്കുലർ കമ്പനീസ്, ഇത് വിൽക്കുന്ന കമ്പനീസ് ഇതിൻ്റെ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്താൽ കൺസ്യൂമർക്ക് അത് ലാഭം തന്നെയാണ്. ബട്ട് ഏതൊക്കെ കമ്പനികൾ വില കുറയ്ക്കും, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന MRP പ്രൈസുകൾ എന്നുള്ളത് നമുക്ക് നോക്കുക വേണം. എല്ലാ ഇൻഡസ്ട്രികളും കുറയ്ക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അത് നിർമ്മല സീതാരാമൻ എടുത്ത് വീണ്ടും പറയുന്നുണ്ട്. ഒരുപാട് അസോസിയേഷൻസുമായിട്ട് സംസാരിച്ച് എല്ലാവരും വില കുറയ്ക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കി കണ്ടിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. വില കുറഞ്ഞാൽ കൺസ്യൂമിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ആൾക്കാരുടെ ബഡ്ജറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, സേവ് ചെയ്യാൻ ഫണ്ടുകൾ കിട്ടും. കാരണം ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിനും കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എഫക്റ്റീവ്ലി MRPയിൽ ഒരു ചേഞ്ച് വരണം. നമ്മളിപ്പോൾ ഈ FMCGയുടെ കാര്യമെല്ലാം പറഞ്ഞു. നമ്മൾ ഈ പറയുന്ന സോപ്പാണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും ഈ പറയുന്ന എന്താ പറയുക TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതിൻ്റെയൊക്കെ വില കുറയും. നിർമ്മാണ സാധനങ്ങളുടെ വില കുറയും. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വീട് പണിയാനിരിക്കുന്നവർക്കൊക്കെ വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം വരും. അതിനൊക്കെ ഉപരി നമ്മുടെ യങ്സ്റ്റേഴ്സ് അടക്കം, അല്ലെങ്കിൽ ഓരോ എന്താ പറയുന്ന കുടുംബങ്ങളിലും ഒരു കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ വാഹന വിലയിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നു എന്ന് കേട്ടു. അത് വാഹന കമ്പനികൾ അനൗൺസ് ചെയ്യുകയും ചെയ്തു, ഞങ്ങൾ റെഡിയാണ് ഈ ഒരു മാറ്റം
സാധനം നമ്മളുടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പല വണ്ടികൾക്കും 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ വ്യത്യാസം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഓട്ടോ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അത് കമ്പനികൾക്കും അതേപോലെ തന്നെ അത് വാഹനം വാങ്ങിക്കാനിരിക്കുന്നവർക്കും എത്രത്തോളം അഡ്വാൻറ്റേജസ് ആണ്? ഡെഫിനറ്റ്ലി വാഹനത്തിന്റെ വില കുറയും, കാരണം ടാക്സ് റേറ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. ബട്ട് എല്ലാ വാഹനങ്ങൾക്കും ഇല്ല, ചെറിയ കാറ്റഗറി വാഹനങ്ങൾക്ക് മാത്രമല്ല. ലക്ഷറി വാഹനങ്ങൾക്ക് ഇപ്പോഴും പഴയ റേറ്റും അതിനേക്കാൾ കൂടുതൽ റേറ്റുമാണ് ഉള്ളത്. ലക്ഷറി വാഹനങ്ങൾ മാത്രമല്ല, പ്രൈവറ്റ് ജെറ്റുകൾ, യാട്ടുകൾ, അതിൻ്റെയൊക്കെ ടാക്സ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ബട്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണ വാഹനങ്ങൾക്ക് വാഹന കമ്പനികൾ വില കുറയ്ക്കുവാണെങ്കിൽ ഒരുപാട് വില മാറ്റം വരും. സ്പെഷ്യലി എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ വാഹനങ്ങളുടെ മാത്രമല്ല, ഇപ്പോൾ ഈ അഗ്രികൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്ടറുകൾ, അതിൻ്റെയൊക്കെ റേറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലത്തെ അഗ്രികൾച്ചറിനെ ബൂസ്റ്റ് ചെയ്യും. ഫാർമേഴ്സ് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവും. കാരണം അവർക്കൊന്നും ഇപ്പോൾ ഈ GST കൊടുക്കുന്നതിൽ കൊണ്ട് ഒരു ഗുണമില്ല. തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കുന്ന ആൾക്കാരല്ല ഫാർമേഴ്സ് ഒന്നും. ബാക്കി കോർപ്പറേറ്റ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ GST തിരിച്ചെടുക്കുക എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഫാർമേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോസ്റ്റാണ്, എൻറ്റയർലി ഒരു കോസ്റ്റായിരുന്നു. അപ്പോൾ അത് കുറയുന്നു എന്നുള്ളത് ശരിക്കും എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങും. കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് കൂടും. എല്ലാറ്റിനെയും അത് ബെനിഫിറ്റ് ആയി തുടങ്ങും, പോസിറ്റീവായിട്ട് ബെനിഫിറ്റ് ആയി തുടങ്ങും. ഇനിയിപ്പോൾ നമ്മൾ വരുന്നത് ഇൻഷുറൻസ് പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇതിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എനിക്ക് തോന്നുന്നു അഭയെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. പലപ്പോഴും ആൾക്കാർക്ക് ലൈഫ് ഇൻഷുറൻസും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു ആഡംബരം, വേണ്ട കാര്യമാണോ എന്നൊന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. കാരണം ഇതുവരെ എടുത്തിട്ടില്ല, ഇനി പുതിയതായിട്ട് എടുക്കാം. അപ്പോൾ അത് അവരുടെ ലൈഫിനെ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്ലസ് നമ്മുടെ ഒരു ഹെൽത്ത് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ ഒക്കെ വില കുറയാൻ പോകുന്നു. എല്ലാത്തരം മെഡിസിനുകളുടെയും പൊതുവെ വില കുറയാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലും ഒക്കെ വലിയ മാറ്റങ്ങളല്ലേ വരാൻ പോകും. ഉറപ്പായിട്ടും. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേര് പറയണത് കേട്ടിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് GST വരുന്നതുകൊണ്ട് അവരുടെ ഒരു എന്താ പറയുക, അവരുദ്ദേശിച്ച കപ്പാസിറ്റിയിൽ നിന്ന് പുറത്ത് പോയതുകൊണ്ട് മാത്രം എടുക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മുകളിലുള്ള GST ഒഴിവാക്കുമ്പോൾ ഒരുപാട് പേര് ഈ ആംബിറ്റിലേക്ക് വരും, എടുക്കാം എന്നുള്ളൊരു മോട്ടിവേഷനിലേക്ക് വരും. മാത്രമല്ല ഈ ന്യൂസ് പുറത്ത് എല്ലാ ന്യൂസ് ചാനലുകളും എല്ലാ മീഡിയാസും കൊടുക്കുന്നതുകൊണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചിട്ടും ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇപ്പോൾ ഒരു ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ട് എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തുണ്ടാക്കിയ ഫണ്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പോകും ഹോസ്പിറ്റലിലൊക്കെ, അതാണ് കേസ്. അപ്പോൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഇതൊരു വെൽക്കമിങ് മൂവ് ആണ്. മാത്രമല്ല എനിക്ക് അവിടെ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കാനുള്ളത് ഈ പറയുന്ന പോലെ മെഡിസിൻസിനൊക്കെ റേറ്റ് കുറഞ്ഞു. പ്ലസ് ആൾക്കാർ സംസാരിക്കാത്തൊരു എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് സെക്ടറിൽ തന്നെ ജിമ്മുകളുടെ ടാക്സ് റേറ്റ് കുറച്ചു. വലിയ ടാക്സ് റേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ 20 lakhs 25 lakhs ഒക്കെ പെർ മന്ത് ജനറേറ്റ് ചെയ്യുന്ന ജിമ്മുകളെ അറിയാം, എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ജിമ്മുകളെ അറിയാം. അപ്പോൾ അവർക്ക് വലിയ ടാക്സ് റേറ്റാണ് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരുപാട് കുറയാൻ പോകണം. അത് കൂടുതൽ സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് മീഡിയാസ് സംസാരിക്കാത്തത്. അവിടെയൊക്കെയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സലൂൺസിൻ്റെ റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അങ്ങനത്തെയൊക്കെ ഏരിയാസിലേക്കും ഗവൺമെന്റ് ബെനിഫിറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ഇത് കറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നു. എല്ലാ സാധനങ്ങളുടെയും നമ്മൾ ഈ പറയുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്നത് മുതലുള്ള സാധനങ്ങളുടെ ഒക്കെ വില കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രതിമാസ ബജറ്റിൽ നമുക്ക് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സേവിങ് എന്ന് പറയുന്നത് ടാക്സ് സേവിങ് എന്നുള്ള നിലയിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഓരോരുത്തർക്കും കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് ഇതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുമല്ലോ, ആ സേവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം, അതായത് നമ്മുടെ ചെലവാക്കാനുള്ള ഇൻകമാണ് വരുന്നത്. അപ്പോൾ ആ ഇൻകം ഒരു വർഷം കൂടുമ്പോൾ കൂടാനുള്ള ഒരു സാധ്യത. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു 12,000 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിക്കുക. അപ്പോൾ 12,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് അയാളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണല്ലോ. അപ്പോൾ ഒരു ടാക്സ് സ്ലാബിലേക്ക് വരാൻ അല്ലെ ടാക്സ് കൂടാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 12,000 രൂപ അയാൾക്ക് അല്ലെങ്കിൽ 1,20,000 രൂപ ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ടാക്സ് സേവിംഗ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവുമോ? എനിക്ക് അവിടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഒരു ഇൻകത്തിൻ്റെ മുകളിൽ ഒറ്റ തവണ ശരിക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഒരു മിഥ്യാധാരണ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഇൻകം കയ്യിലിരിക്കും തോറും എല്ലാ കൊല്ലവും അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ. ഇപ്പോൾ ലോട്ടറി ഒക്കെ ചിലവർക്ക് അടിച്ചാൽ ഞാൻ പല കമൻറ്റ് ബോക്സുകളും കണ്ടു, ഇനി എല്ലാ കൊല്ലവും ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത്, ഒരു ഇൻകത്തിൻ്റെ മുകളിൽ ഇന്ത്യയിൽ ഒറ്റ തവണ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ ഈ 12,000 സേവ് ചെയ്യുന്ന 12,000 മുകളിൽ ഓൾറെഡി ഇപ്പോൾ ക്രിസ്റ്റീനയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ക്രിസ്റ്റീന ഓൾറെഡി ഒരു തവണ ടാക്സ് കൊടുക്കണം, അത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇനി ഈ ഇൻകം എന്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇൻകം പല സോഴ്സുകളിലേക്ക് പോവാം. ബിസിനസ്സിലേക്ക് പോവാം, ഷെയർ മാർക്കറ്റിലേക്ക് പോവാം, ക്രിപ്റ്റോയിലേക്ക് പോവാം, ലാൻഡിലേക്ക് പോവാം, പല ഗോൾഡിലേക്ക് പോവാം, പല ഏരിയകളിലേക്ക് പോവാം. ഞാൻ പറയുന്നത് ഇത് ഏത് ഏരിയ ആണെങ്കിലും എല്ലാ ഏരിയയിലും ടാക്സ് സേവിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ 12,000 അക്യുമുലേറ്റ് ആയി ഒരു 10 lakh ആയി, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു 5 lakh ആയി, ക്രിസ്റ്റീന അത് എന്തിൽ കൊണ്ടുപോയിട്ടാലും അവിടെയൊക്കെയും ഇന്ത്യൻ നിയമം ടാക്സ് സേവിങ്ങിനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ ഐറ്റത്തിലാണോ കൂടുതൽ നോളേജ് ഉള്ളത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 1 lakh അല്ലെങ്കിൽ ഒരു 5 lakh സേവിങ്സ് വന്നു, നമുക്ക് അറിയാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയിട്ടാൽ ഇത് ഗ്രോ ആവില്ല, ചിലപ്പോൾ ഒറ്റയടിക്ക് പോകും, അവിടെ ഒരു ടാക്സ് സേവിങ്ങിനുള്ള ഓപ്ഷനും കിട്ടില്ല. നിങ്ങളിപ്പോൾ ഇത്രയും കാലം 30 years അല്ലെങ്കിൽ 35 years ജീവിച്ചതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ഏരിയയിൽ ചിലപ്പോൾ കുറച്ചധികം നോളേജ് വന്നിട്ടുണ്ടായിരിക്കും. യു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ. അതൊരു കഫേ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഭൂമി മേടിക്കലാവാം. അവിടെ കൊണ്ടുപോയി ചെയ്യുക, അവിടെ ചെയ്യാൻ പറ്റിയ എല്ലാ ടാക്സ് പ്ലാനിങ് ഓപ്പർച്യൂണിറ്റീസിനെയും കുറിച്ച് അന്വേഷിക്കുക നല്ലൊരു പ്ലാനറുടെ അടുത്ത്, എന്നിട്ട് ടാക്സ് സേവ് ചെയ്യുക. അല്ലാണ്ട് ഇന്നൊരു ഐറ്റം എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അറിവുള്ള എവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ ഇടാം. അവിടേക്കും ഇന്ത്യൻ നിയമം ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് ഭാഗ്യാന്വേഷണങ്ങൾ ഒരുപാടുള്ളതാണല്ലോ. നമ്മൾ ഈ കിലുക്കത്തിലെ കിട്ടുണ്ണിയേട്ടനെ കാണുന്ന പോലെ കിട്ടുണ്ണിയേട്ടന്മാരുടെ ഒരുപാടുള്ള നാടാണ് നമ്മുടെ. അപ്പോൾ ഒരു ദിവസം ഇപ്പം ബമ്പറൊക്കെ എടുക്കുന്നവര് പലപ്പോഴും പരസ്പരം പങ്കുവെക്കുന്ന സംശയമാണ്, അടിച്ചു മോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബമ്പർ അടിച്ചു 1 കോടി രൂപ. അപ്പൊ അങ്ങനെ വരുമ്പം അതുമായി ബന്ധപ്പെട്ട നികുതി, എത്ര നികുതി കൊടുക്കണം, അത് എപ്പോഴൊക്കെ കൊടുക്കണം, എല്ലാ വർഷവും കൊടുക്കണോ, ഈ പണം എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ ധാരണ ലോട്ടറി എടുക്കുന്നവർക്കും അടിക്കുന്നവർക്കും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കും. ശരിക്ക് വളരെ സ്ട്രെയിറ്റ് ആയ ഒരു ആൻസർ പറയുകയാണെന്ന്, ലോട്ടറി എമൗണ്ട് എന്താണോ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ പകുതി എമൗണ്ട് ആണ് അയാൾക്ക് കിട്ടുള്ളൂ. ബാക്കി പകുതി പല ടാക്സുകളിലൂടെയും ഇതിന്റെ ഏജൻസിന്റെ കമ്മീഷനിലൂടെ ഒക്കെ പോകും. കറക്റ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 25 കോടിയുടെ ഒരു ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 കോടി 13 കോടിയുടെ അടുത്ത് അയാൾക്ക് ക്രെഡിറ്റ് ആവും. ഇത് ആഫ്റ്റർ ടാക്സസ് ആണ്. ഇതിന്റെ മുകളിൽ പിന്നെയും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് അയാളുടെ പണമാണ്, വൈറ്റ് മണിയാണ്, ലീഗൽ വൈറ്റ് മണിയാണ്, ബാങ്ക് അക്കൗണ്ടിൽ കിടക്കാൻ പറ്റിയ ലീഗൽ വൈറ്റ് മണിയാണ്. പിന്നെ അതിന്റെ മുകളിൽ എല്ലാ കൊല്ലവും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അയാൾ ആ ഫണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഫണ്ടിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ ഫണ്ടിൻ്റെ എക്സ്ട്രാ എത്ര ഫണ്ട് ആ വ്യക്തി ഉണ്ടാക്കുന്നു, ആ എക്സ്ട്രയുടെ മുകളിൽ മാത്രമേ വരും കൊല്ലങ്ങളിൽ പിന്നെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ 12 കോടി കിട്ടി, ഞാൻ ഈ 12 കോടി ഒരു ലാൻഡിലിട്ടു അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലിട്ടു, ഞാനൊരു 1 CR എക്സ്ട്രാ ഉണ്ടാക്കി, ആ 1 CRന് മുകളിൽ പിന്നെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ശരിക്കുള്ളൂ. അപ്പോൾ അത്രയും അഡിക്റ്റീവായ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദ്യത്തിനേക്കാളും സിഗരറ്റിനേക്കാളൊക്കെ അഡിക്റ്റീവായ ഒരു സാധനം കൂടിയാണ് ഈ ലോട്ടറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസികൾ പലരും ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. 800 രൂപ ലോട്ടറിക്ക് ചെലവാക്കുന്ന ഒരാള് 10 ദിവസം എന്ന് പറഞ്ഞാൽ 8000 രൂപയാണ് ചെലവാക്കുന്നത്. അടിക്കണമെന്നില്ല, പ്രോബബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ 8000 രൂപ 10 ദിവസം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പൊ അത് ഒരു ടാക്സ് സേവിംഗ് ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആ വ്യക്തി കൺവേർട്ട് ചെയ്താൽ പക്ഷേ ആള് ചിന്തിക്കില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇത് സേവ് ചെയ്ത് വെച്ചാൽ ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ ഇതിലും കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടും എന്നുള്ളത് ആൾ വിചാരിക്കില്ല. കാരണം എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ആ കോടി അടിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടെല്ലാം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സുകളിൽ ഒന്നാണ് ലോട്ടറി. ഇപ്പൊ നമ്മൾ ഈ GST 2.0 കുറിച്ച് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇതിന് ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനികളുടെ സെയിൽ കൂടും, അവരുടെ പ്രോഫിറ്റ് കൂടും, അവരുടെ റീഇൻവെസ്റ്റ്മെന്റ് കൂടും. അങ്ങനെ എക്കോണമിയിൽ ടോട്ടലി ഒരു ബൂം ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആണെങ്കിലും ഈ കമ്പനികളുടെ പെർഫോമൻസ് കൂടും, അവരുടെ സ്റ്റോക്ക് പ്രൈസ് കൂടും. അപ്പൊ ആ സ്റ്റോക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം കൂടും. അപ്പൊ മൊത്തത്തിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? ഈ GST റിഫോംസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ പറയുന്നൊരു കാര്യമാണ്, പ്രൊഡക്ടിവിറ്റി കൂടും, ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് കൂടും, അതുകൊണ്ട് ഒരുപാട് ഫണ്ട് ആ കമ്പനികളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പുറത്തെ ഫണ്ടാണെന്നുണ്ടെങ്കിലും ഉള്ളിലത്തെ ഡൊമസ്റ്റിക് ഫണ്ടാണെന്നുണ്ടെങ്കിലും എത്തും, അതിലൂടെ എക്കോണമി ഗ്രോ ആവും എന്നുള്ളത് അവർ സബ്സ്റ്റാൻഷ്യലി മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റാണ്. ബട്ട് അതിൻ്റെ വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് ഉള്ളത്, ഒന്ന് ഇങ്ങനെ ഫണ്ട് വന്നിട്ട് കമ്പനീസ് ഗ്രോ ആവും, അതിലൂടെ എക്കോണമി ഗ്രോ ആവും, വീണ്ടും കൂടുതൽ പ്രൊഡക്ഷൻ സംഭവിക്കും. മാത്രമല്ല ആൾക്കാരുടെ ഡിസ്പോസ് ചെയ്യാനുള്ള ഫണ്ട് കൂടുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സേവിങ്സ് വരുന്നു, ആ സേവിങ്സും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകും. നമ്മുടെ കയ്യിൽ ഫണ്ട് കുറച്ച് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ആൾക്കാർ ചിന്തിക്കുക, ഓക്കെ നല്ലൊരു സ്റ്റോക്കിൽ, നല്ലൊരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കിൽ കുറച്ച് ലോങ് ടേമിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഗ്രോത്ത് ആണ്. പുറത്തെ കമ്പനീസും അട്രാക്റ്റീവായിട്ട് വിചാരിക്കും, ഓക്കെ ടാക്സ് ഇല്ല ഈ കമ്പനിക്ക്, GST ഇല്ല, സോ അതുകൊണ്ട് ആ പ്രോഡക്ട്സ് കൂടുതൽ വിറ്റുപോകും എന്ന് വിചാരിച്ചിട്ട്
വലിയ ഇൻവെസ്റ്റേഴ്സ്, അൾട്രാ റിച്ച് ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യും, സാധാരണക്കാരും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും ഗുണമാണ്. നമ്മുടെ ഈ ആധുനിക എക്കോണമിയുടെ ഒരു നട്ടലാകാൻ പോകുന്നതെന്ന് നമ്മൾ കരുതുന്നതാണ് ക്രിപ്റ്റോ കറൻസീസ്. അപ്പോൾ പല ക്രിപ്റ്റോ കറൻസീസിന്റെയും വാല്യൂ 1 lakhനൊക്കെ എബവ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറി. അപ്പൊ ഈ ക്രിപ്റ്റോയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അല്ലാത്ത ജനറേഷനിലും ആൾക്കാരുണ്ട്. പക്ഷേ പലർക്കും ഇത് ഇന്ത്യയിൽ നിയമപരമായിട്ടാണോ നടക്കുന്നത്, ക്രിപ്റ്റോ വാങ്ങിക്കുന്നത് എന്തോ കള്ളത്തരമാണോ എന്നൊരു ചിന്തയുണ്ട്. ചിലർക്ക് ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ ഡീലെന്ന് അറിയില്ല, ഇതിന്മേൽ എന്താണ് അതിന്റെ ടാക്സ്, ഇതിന്റെ വരുമാനത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കണോ. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ക്രിപ്റ്റോ ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ല. ക്രിപ്റ്റോ ചെയ്യാം. ക്രിപ്റ്റോയുടെ ബൈയും സെല്ലും ഗവൺമെൻറ് പെർമിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ്. മാത്രമല്ല അതിൻ്റെ മുകളിൽ പ്രോപ്പർ ടാക്സേഷനും ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. ക്രിപ്റ്റോ ചെയ്യുന്നത് ഒരിക്കലും ഇല്ലീഗൽ അല്ല. ബട്ട് ഈ ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് ഹവാല ട്രാൻസാക്ഷൻസ്, P2P ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ഇല്ലീഗാലിറ്റി വരുന്നത്. ഇപ്പോൾ പണ്ട് ഹവാല മൂവ്മെൻറ്റ്സ് ക്യാഷിലൂടെ നടക്കുന്നത് ഇന്ന് ക്രിപ്റ്റോയിലൂടെ നടക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ ഇല്ലീഗാലിറ്റി. അല്ലാണ്ട് ക്രിപ്റ്റോയുടെ ബൈ സെല്ല്, ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ ആണ്, ആ ബിറ്റ് കോയിൻ മേടിച്ച് നിങ്ങൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഇല്ലീഗാലിറ്റി അല്ല. ലീഗലാണ്, ബട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ക്രിസ്റ്റീന ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തു, ഒരു 20 lakhs പ്രോഫിറ്റ് ഏൺ ചെയ്തു. വേറൊരു കോയിൻ എത്തേറിയം എന്ന് പറഞ്ഞ ഒരു കോയിൻ ട്രേഡ് ചെയ്തു, ഒരു 30 lakhs ലോസ് വന്നു. പ്രോഫിറ്റും വന്നു, ലോസും വന്നു. 20 lakhs പ്രോഫിറ്റ്, 30 lakhs ലോസ്. സോ നെറ്റ് എഫക്റ്റിൽ നോക്കുമ്പോൾ ക്രിസ്റ്റീനയ്ക്ക് 10 lakhs ലോസാണ്. പക്ഷെ നിയമം എന്താ പറയുന്നത് വെച്ചാൽ ഈ ലോസ് നമുക്കറിയണ്ട, നിങ്ങൾ ഈ 20 lakhsന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ 10 ലക്ഷം ലോസും വന്നു ക്രിസ്റ്റീനയ്ക്ക്, കിട്ടി 20 lakhsന്റെ മുകളിൽ 30% ടാക്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 lakhs ആയി. ലോസ് പ്ലസ് ടാക്സ് എന്നുള്ളൊരു ഹെവി പനിഷ്മെൻ്റ് ആണ്, ഒരു പെനാൾട്ടിയാണ് അവിടെ കിട്ടുന്നത്. ഞാൻ അതിനൊരു പെനാൾട്ടി തന്നെ വിളിക്കും. ലീഗലി പെനാൾട്ടി ഇല്ലാന്നുണ്ടെങ്കിലും ഒരു പീനലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പം എന്നോട് ഒരുപാട് സാധാരണക്കാർ യങ്സ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒരു കാലത്ത് ഇതെങ്ങനെയാണ്, അതെന്തോ മാർവാടികൾക്കോ ഗുജറാത്തികൾക്കോ ഒക്കെ ഉള്ളതാണ്, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ടെൻഡൻസി. പക്ഷേ ഇപ്പോൾ സാധാരണക്കാർക്കും അറിയാം എങ്ങനെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ. അപ്പം ഈ ക്രിപ്റ്റോയുടെ അവസ്ഥയും അന്നത്തെ അവസ്ഥയാണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഒന്നീ പറയുന്ന പോലെ നിയമപരമാണോ, ഇതെന്തോ കള്ളക്കടത്തോ മറ്റോ ആണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് സാധ്യമാകുന്നത്, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ പ്രോപ്പർലി റെഗുലേറ്റഡ് ആയ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ക്രിപ്റ്റോ ഡീലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമില്ല. അൺറെഗുലേറ്റഡ് ആയ ഏരിയാസിൽ പോകുമ്പോൾ ഇപ്പോൾ ക്രിസ്റ്റീന അവിടെ 10 lakhs കൊണ്ടുപോയിട്ടു, നാളെ നീച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ആ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഈ എൻറ്റയർ 10 lakhs പോകും. ഫോർഗെറ്റ് അബൌട്ട് പ്രോഫിറ്റ്, എൻറ്റയർ 10 lakhs നാളെ കാണാനില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അവിടെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇതെന്തോ ഇല്ലീഗൽ സാധനമാണ്. അതിനൊരു പ്രോപ്പർ എന്താ പറയുക ലോ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി സുതാര്യവും ഇതിൽ കുറച്ചും കൂടി ചെയ്യാൻ ഈസിയാവും. നല്ലൊരു ബിസിനസ്സുകാരനാണല്ലോ ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് തന്നെ ഈ പറയുന്നത് പോലെ ക്രിപ്റ്റോ കമ്പനിയുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയതിന് ആ ഒരു ഫാമിലി ക്രിപ്റ്റോ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാവാം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിന്റെ ഒരു ട്രേഡിംഗ് ആണെന്ന്, അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ ഒരു റവന്യൂ സോഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. നല്ല സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ക്രിപ്റ്റോ ഒരു കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രിപ്റ്റോയിൽ പേ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ട് 10 lakhsന്റെ, എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുത്തിട്ട് ഇവിടെ കഫേയുടെ കൗണ്ടറിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഒരു ലീഗൽ ടെൻഡറായിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തില്ല. ബട്ട് പല രാജ്യങ്ങളും അങ്ങനെയല്ല. നമ്മൾ ഇതിനെ മൊത്തത്തിൽ ഈ എൻറ്റയർ വേൾഡിനെ ഒരു ബിസിനസ് എക്കോണമി ആയിട്ട് നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഇതിനൊരു കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക്. ഇപ്പോൾ ഡോളർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും. അതിൻ്റെ കാരണം എന്താ, പല രാജ്യങ്ങളിലും ഡോളർ ഒരു കറൻസിയാണ്. അതേപോലെ തന്നെ ക്രിപ്റ്റോ പല രാജ്യങ്ങളിലും ഒരു കറൻസി ആയതുകൊണ്ട് ഇതിന് ഫ്യൂച്ചറുണ്ട്. ബട്ട് ഏതൊക്കെ ക്രിപ്റ്റോ കോയിൻസ്, ഇപ്പം നമ്മൾ ഒരു വാല്യൂ ഇല്ലാത്തൊരു കറൻസി നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഒരു വാല്യൂ ഇല്ലാത്തൊരു ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. എൻറ്റയർലി നോക്കുമ്പോൾ അതൊരു വെൽക്കമിങ് മൂവ് ആണ്. ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്. ഈ അടുത്തിടെ ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു ജൂലൈയിലാണെന്ന് തോന്നുന്നു കുറേ ട്രേഡേഴ്സ്, ചെറുകിട വ്യാപാരികൾ അവരൊരു സമരത്തിലേക്ക് പോയി. UPI വേണ്ട, ക്യാഷ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ട്. നമ്മളാണെങ്കിലും പലപ്പോഴും പണം കൊണ്ട് നടക്കാറില്ല. ആ രീതിയിലൊരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഒരു 11,000 പേരോളം നോട്ടീസ് കിട്ടി GST വകുപ്പിൻ്റെ നിന്ന്. പ്ലസ്
ദിവസം ഒരു ചെറുകിട കച്ചവടക്കാരനെ, ഏത് വ്യാപാരിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന് 29 ലക്ഷം രൂപയുടെ GST കുടിശ്ശിക ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞു നോട്ടീസ്, പാനിപൂരി സെല്ലർ നോട്ടീസ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ അവർ പലരും വ്യക്തിഗത ട്രാൻസാക്ഷൻസും കൂടെ ഈ UPI ഉപയോഗിച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എൻ്റെ ബിസിനസ് GST രജിസ്റ്റർ ചെയ്യേണ്ടതാണോ? അപ്പോൾ ആരൊക്കെ GST രജിസ്റ്റർ ചെയ്യണം? ഇനി GST രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് UPI യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അവരാകെ അങ്കലാപ്പിലാകും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അതിനെന്താ ചെയ്യേണ്ടത്? കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 lakhs കൂടുതൽ ടേൺ ഓവർ ഉള്ളൊരു വ്യക്തി GST രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ 20 lakh വരുമ്പോൾ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നു. അതിൻ്റെ മുകളിൽ പോകുന്ന സെയിൽസിനൊക്കെ GST കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കും. ഇതാണ് നിയമം. അല്ലാണ്ട് സപ്ലയർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് GST ഒരിക്കലും ഒരു പെയിൻ പോയിന്റ് അല്ല. കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇതാണ് സെനാരിയോ. ഇത് 20 lakhs ആണ് കേരളത്തിലെ ലിമിറ്റ്. അവിടെ തന്നെ ഗുഡ്സ് മാത്രം വിൽക്കുന്ന ഒരാളാണെങ്കിൽ, സർവീസ് എലമെന്റ് ഒന്നുമില്ല, ഗുഡ്സ് മാത്രം വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ 20 എന്നുള്ളത് 40 lakh വരെ എക്സംഷൻ ഉണ്ട്. സോ 40 lakh കഴിഞ്ഞാൽ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പെർട്ടിക്കുലർലി ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചെയ്യണം. ആ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വരുമാനത്തിന്റെ മുകളിൽ, ടേൺ ഓവറിന്റെ മുകളിൽ മാത്രമേ GST അടയ്ക്കേണ്ടൂ. ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ നിയമം പറയുന്നത് നിങ്ങളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ പ്രോഫിറ്റിന്റെ മുകളിൽ മാത്രമേ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടൂ. അപ്പോൾ ഇവിടെ ശരിക്കും മിസ്റ്റേക്ക് പറ്റുന്നത് ആ വ്യക്തിയുടെ കയ്യിലാണ്, അല്ലാണ്ട് ഗവൺമെന്റ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നില്ല. ആ വ്യക്തി വേണം ഇതിന്റെ ബൈഫർക്കേഷൻ വയ്ക്കാൻ. ഇത് ബിസിനസ് ഇൻകം അല്ല, ഇതെനിക്ക് എൻ്റെ അമ്മ തന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഞാനൊരു കൂട്ടുകാരൻ്റെ നിന്ന് ലോൺ എടുത്ത ഫണ്ടാണ്, ഇതിന് ടാക്സബിലിറ്റി ഇല്ല എന്നുള്ളത് ആ വ്യക്തി കീപ്പ് ചെയ്യേണ്ട ബൈഫർക്കേഷനാണ്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ, ബിസിനസ്സുകാരായ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവർക്ക് പെട്ടെന്ന് ഒരു GST റെയ്ഡ് വന്നു. അപ്പോൾ GST റെയ്ഡ് വരുമ്പോൾ ഇവർ ചിലപ്പോൾ വളരെ നിയമപരമായ രീതിയിലായിരിക്കാം ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അത്തരത്തിലൊരു റെയ്ഡ്, ഇത്രയധികം ഉദ്യോഗസ്ഥർ കയറി വരുന്നു, റെയ്ഡ് നടത്തുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു അങ്കലാപ്പാണ്. ഒരു ആദായ നികുതി റെയ്ഡോ അല്ലെങ്കിൽ ഒരു GST റെയ്ഡോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ആൾക്കാർ പേടിക്കുന്നു? ബാക്ക് ആൻഡ് ഡോക്യുമെന്റേഷൻസ് പ്രോപ്പർ അല്ല, ഒരുപാട് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കണക്കുകൾ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ടെൻഷൻ വരുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഒരു ഇപ്പോൾ ക്രിസ്റ്റീനയുടെ തന്നെ ടാക്സ് പ്ലാനർ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻസ്, പ്രോപ്പറായ എക്സംഷൻസും ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യുക, പ്രോപ്പർ ലീഗൽ വേസിലൂടെയാണ് ടാക്സ് സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറോ GST ഓഫീസറോ ആരോ വന്നോട്ടെ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കേണ്ട റിപ്ലൈസ് കൊടുക്കുക, അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഡോക്യുമെന്റേഷൻസ് കാണിച്ചു കൊടുത്ത് തീർക്കാം. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം റെയ്ഡുകളിലും, ഇപ്പം നമ്മുടെയൊക്കെയും ക്ലയൻസിൻ്റെ സ്പേസുകളിൽ പലപ്പോഴും റെയ്ഡ് നടക്കാറുണ്ട്. പല റെയ്ഡ് വന്ന ക്ലയൻസും ഓടി വന്ന് പിന്നീട് നമ്മളെ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സംഭവിച്ച് കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് റെയ്ഡ് നടക്കുന്ന അന്ന് തന്നെ പേയ്മെൻറ്റ്സ് ഓഫീസേഴ്സ് ചോദിക്കും. റെയ്ഡ് ഇപ്പം ഇന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ വർക്കിംഗ് കൊടുത്തിട്ട് ഇത്ര എമൗണ്ട് ആണ് നിങ്ങൾ ടാക്സ് അടയ്ക്കാനുള്ളത്, ഇത്ര എമൗണ്ട് ഇന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ നാളെ ഇന്ന ഇന്ന വിഷയങ്ങൾ വരും എന്ന് പറഞ്ഞുള്ള ഒരു ത്രട്ടനിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ആ സ്പേസിൽ ഈ ബിസിനസ് ഓണർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ബിസിനസ് ഓണറും ബിസിനസ് ഓണറിൻ്റെ സ്റ്റാഫും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇയാളുടെ ടാക്സ് പ്ലാനർ ഉണ്ടായിരിക്കില്ല, ഇയാളുടെ അഡ്വക്കേറ്റ് ഉണ്ടായിരിക്കില്ല, ഇയാൾക്ക് എന്താണ് ഇത്രയും കാലം നടന്നതെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. ആ ഒരു ഫോഴ്സിൽ ഇയാൾ പേയ്മെൻറ്റ് അടച്ചു പോകും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ, നാളെ ഇയാളുടെ ബുക്സ് എടുത്ത് നോക്കുമ്പോൾ ഇയാൾ അത്രയും ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിരിക്കില്ല. സോ ആ ഒരു ടെൻഡൻസി ഓഫീസേഴ്സിനുണ്ട്, പേയ്മെൻറ്റ് കൊടുക്കുന്ന ടെൻഡൻസി ബിസിനസ് ഓണേഴ്സിനുണ്ട്. ഓഫീസേഴ്സ് ഇത് നിർത്തണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അവരുടെ ജോലിയാണത്. അപ്പോൾ അവരിത് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ബിസിനസ് ഓണേഴ്സിന് ആ സ്പോട്ട് പേയ്മെൻറ്റുകൾ കൊടുക്കാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നാളെയോ എപ്പോഴെങ്കിലും നല്ലൊരു ടാക്സ് പ്ലാനറുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നിരുന്നു, ഇങ്ങനെയാണ് ഓഫീസേഴ്സ് പറയുന്നത്, ഇത്ര എമൗണ്ട് അടയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്, ഇത് ആക്ച്വലി ഞാൻ അടയ്ക്കണം. അപ്പോൾ ആ ടാക്സ് പ്ലാനർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ഇന്ന എക്സംഷൻസ് ഇയാൾക്ക് എലിജിബിൾ ആണ്, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, പ്ലാനിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത്രയും ടാക്സ് സേവ് ചെയ്യാം, ഇത്രയും അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആ അടയ്ക്കേണ്ട ടാക്സ് മാത്രം അടയ്ക്കാം. അപ്പോൾ റെയ്ഡ് ഒരു ത്രട്ടനിങ് സെനാരിയോ ആയി മാറുന്നില്ല. അവർ പൈസ ചോദിക്കും, അന്ന് തന്നെ പൈസ അടയ്ക്കണം എന്ന് പറയും. പക്ഷെ നമുക്ക് എന്ത് പറയാം, എനിക്ക് എൻ്റെ പ്ലാനറോട് സംസാരിക്കണം, ഇത്ര അടയ്ക്കാണ്ടോ എന്നുള്ളത് ആക്ച്വലി ചെക്ക് ചെയ്യണം, എന്നിട്ട് ഞാൻ അതിൻ്റെ ലീഗൽ വഴിയിലൂടെ തന്നെ അടയ്ക്കാമെന്ന് പറയാനുള്ള എല്ലാ റൈറ്റും ബിസിനസ് ഓണർക്കുണ്ട്.